ഹലോ ഗായ്സ്, പാത്തൂനാണ് ഇന്നത്തെ ഇൻ്റർവ്യൂ. എനിക്ക് ഇന്നലെ കഴിഞ്ഞു. അപ്പം ഓള് റെഡി ആവാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും കൂടെ പോകാൻ വേണ്ടി റെഡി ആവാൻ പോവാണ്. അപ്പോൾ കാണാം. ഇന്ന് പാത്തൂൻ്റെ ഇൻ്റർവ്യൂ ആണ്. അപ്പം അതേ കോസ്റ്റ്യൂം, അതേ ഷർട്ട്, അതേ എല്ലാ സാധനങ്ങളും സെയിം. പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഓക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. എന്തായാലും പോയിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പൊ പാത്തുവിന്റെ പക്ഷെ എന്താന്നറിയോ, ഇവള് 2 സെക്ഷൻ പാസ്സായി. അത് ഭയങ്കര വലിയ കാര്യമാണ്. ഞാനാണെങ്കിൽ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞു പക്ക 2 സെക്ഷൻ അങ്ങനെയൊന്നുമില്ല. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ BMA അതന്നെ. ഓക്കെ, എന്തായാലും 2 കിട്ടിയില്ല. വെറുതെ കൊറേ പുറ്റൊക്കെ പോയിന്നൊക്കെ. പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ അടുത്ത ഇന്റർവ്യൂവിന് പോകുമ്പോ ലോൺ എടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആട്ടോ. എന്തായാലും ഇന്റർവ്യൂ എങ്ങനെയാണ്? ഫുഡിന് മാത്രം ഞങ്ങള് 2 ദിവസം നിന്നിട്ട് എത്ര ഒരു 5,000 അടുത്ത് പൊട്ടിയിട്ടുണ്ടാവില്ലേ ഫുഡിന് മാത്രം. 5,000 കഥ. പിന്നെ എത്ര മന്തി വാങ്ങി തിന്നേന്. പിന്നെ എന്താ വെച്ചാല് ഇനി എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ കറക്റ്റ് ക്യാബിൻ ക്രൂ ഇന്റർവ്യൂ നമുക്കുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പൊ അടുത്ത ഇന്റർവ്യൂ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എന്നെ വിചാരിക്കുന്നു. പാത്തുനാണെങ്കിൽ കിട്ടാത്തതിന്റെ സങ്കടം കേട്ടോ. ഇല്ല, ഞാൻ ഓക്കെ ആയിപ്പോ. അത് പിന്നെ ഉണ്ടാവും. ഞാനും കഴിഞ്ഞ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പോയതാണ്. തീരെ ഇവള് പറഞ്ഞ ഇതില് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാണ്ട് പോയ ഒരു സംഭവം. ഈ അത്രയും വിശന്നിരിക്കുന്ന ആളെ മുന്നിക്ക് ബിരിയാണി കൊടുന്ന് വെച്ചിട്ട് ബിരിയാണി തരാത്ത ഒരു സിറ്റുവേഷൻ ഇല്ലേ, അതായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എത്തി. ഞാൻ അപ്പോഴൊന്നും ഹോപ്പ് ചെയ്യണില്ല. അതൊക്കെ കഴിഞ്ഞ് 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഹോപ്പ് കിട്ടി. 2 റൗണ്ട് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞപ്പോൾ റിജക്റ്റഡ്. അതും എൻ്റെ ഒരു വെയിറ്റിന്റെ പേരിൽ റിജക്റ്റഡ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി. അപ്പൊ ഞാൻ ഓക്കെ, സങ്കടമില്ല. രാത്രി 9 മണിക്കാണ് കേട്ടോ ബസ്. അപ്പോൾ ഞങ്ങളിനി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ബസ്സിന് നേരെ കോഴിക്കോടേക്ക് കേട്ടോ. ഹലോ ഗായ്സ്, ഫുഡ് കഴിക്കാൻ വന്നതാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്ലൈ ചെയ്തില്ലേ? അങ്ങനല്ല, നമുക്ക് പറ്റുന്ന അടുത്ത ഇൻ്റർവ്യൂ ചിലപ്പോൾ ആകാശം തന്നെ ആയിരിക്കും. അപ്പം കിട്ടിയാലോ? നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായിരുന്നു ഇനി ഇവിടെ നിന്നിട്ട് 2 ആളെ കിഡ്നി വെക്കേണ്ടി വരും. അതിനെ കൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകട്ടെ. So we are going. ബൈ. Bye.